നമസ്കാരം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് തഴയപ്പെട്ട ഒരു മേഖലയായിരുന്നു വിദ്യാഭ്യാസം. ഈ തഴയൽ ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുമുണ്ട്. ജപ്പാനും സൗത്ത് കൊറിയയും സിംഗപ്പൂരും ഒക്കെ സമ്പന്നമാകുവാൻ അവരാദ്യം ചെയ്തത് ദേ ഫോക്കസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ. പക്ഷേ നെഹ്റുവിനെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും രണ്ടേ രണ്ട് പരിഹാരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ: സോഷ്യലിസവും പബ്ലിക് സെക്ടറും. ഇത് രണ്ടും രാജ്യത്തിനെ നശിപ്പിക്കുകയും ചെയ്തു. അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ജനതയെ പറ്റിക്കുവാൻ വളരെ എളുപ്പമാണ്. അതൊരു പക്ഷേ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ജനവിഭാഗത്തെ മാത്രമേ ഈ ഗാന്ധി ഫാമിലി, നെഹ്റു ഫാമിലി ഇങ്ങനെയുള്ള ഇമോഷണൽ ട്രിക്ക് കാണിച്ച് പറ്റിക്കുവാൻ സാധിക്കത്തുള്ളൂ. അത് കോൺഗ്രസ് പാർട്ടിക്ക് വളരെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഗുഡ് ക്വാളിറ്റി വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് പകരം നെഹ്റുവിയൻ കാലഘട്ടത്തിൽ സംഭവിച്ചത് വിദ്യാഭ്യാസം കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെട്ടു. അതിന്റെ ഫലമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഹിന്ദി മീഡിയം സ്കൂളുകൾ, മലയാളം മീഡിയം സ്കൂളുകൾ. ഈ കൺസെപ്റ്റുകളൊക്കെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ സൗകര്യങ്ങളും ഓപ്പർച്യൂണിറ്റികളും ഒക്കെ മറ്റുള്ളതിനേക്കാൾ മികച്ചതും സുപ്പീരിയറുമാണ്. എല്ലാ സൗകര്യങ്ങളും എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതിന് പകരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ കൾച്ചർ തന്നെ നെഹ്റുവിയൻ ഇറായുടെ ഉൽപ്പന്നമാണ്. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം പ്രൈവറ്റ് പാർട്ടീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, പ്രൈവറ്റ് റിസർച്ച് ലബോറട്ടറീസ് ഉണ്ട്. കൂടാതെ ധാരാളം ഫോറിൻ ടൈഅപ്സ് നമുക്കുണ്ട്. അതായത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന വളരെ വലുതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ലിമിറ്റേഷൻസിന്റെ ഒരു വലിയ അളവോളം മാറ്റിയെടുത്തത് പ്രൈവറ്റ് ഇൻവോൾവ്മെന്റും അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സുമാണ്. എന്നാൽ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ലോകത്ത് പ്രൈവറ്റ് പാർട്ടീസിന് കാര്യമായ യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. 1951 നെഹ്റുവാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അല്ലെങ്കിൽ IIT ആരംഭിക്കുന്നത്. നെഹ്റുവിന്റെ ഭരണകാലത്ത്, അതായത് 17 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 1964 വരെ വെറും 5 IITകളാണ് അദ്ദേഹം ആരംഭിച്ചത്. 6ാമത്തെ IIT തുടങ്ങുന്നത് 1994 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് എല്ലാ സംസ്ഥാനത്തും ഒരു IIT എന്ന കോൺസെപ്റ്റ് തന്നെ വരുന്നത്. ഇന്ന് നമുക്ക് 23 IITകളുണ്ട്. ഇത് തന്നെയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ എയിംസിന്റെ കാര്യത്തിലും നമുക്ക് സംഭവിച്ചത്. 1956 നെഹ്റുവാണ് എയിംസ് തുടങ്ങുന്നത്. 2003 വാജ്പേയി അധികാരത്തിൽ വരുന്നതിന് വരെ നമുക്ക് ഒരേ ഒരു എയിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഓരോ സംസ്ഥാനത്തും ഓരോ എയിംസ് എന്ന നിലയിലേക്ക് മാറുന്നത്. ഇന്ന് നമുക്ക് 20 എയിംസ് ഉണ്ട്. 2025 ആകുമ്പോഴേക്കും അത് 24 എയിംസ് ആയിട്ട് മാറും. 2030 ആകുമ്പോഴേക്കും രാജ്യത്ത് 30 എയിംസ് ഉണ്ടായിരിക്കും. രാജ്യത്തുള്ള എയിംസിന്റെയും IITകളുടെയും കാര്യം എടുത്തു നോക്കിയാൽ മാത്രം അതിന്റെ 95% നിലവിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ 10 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിലാണ്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ ലിറ്ററസി റേറ്റ്, നമ്മുടെ സാക്ഷരത 16%. നെഹ്റുവിന്റെ ഭരണത്തിന്റെ അവസാന കാലത്ത് ഏതാണ്ട് 1964 കാലഘട്ടത്തിൽ നമ്മളുടെ സാക്ഷരത 28 ഉയർന്നു. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണത്. 1980 പോലും നമ്മളുടെ സാക്ഷരത വെറും 50%. അതായത് 1980 പോലും 50%-ലധികം ഭാരതത്തിലെ ജനങ്ങൾ നിരക്ഷരരായിരുന്നു എന്നർത്ഥം. ജപ്പാന്റെയും സൗത്ത് കൊറിയയുടെയും ഒക്കെ സാക്ഷരത 1950കളിൽ നമ്മളുടെ സാക്ഷരതയെക്കാൾ വളരെ പുറകിലായിരുന്നു. എന്നാൽ 1980 ആയപ്പോഴേക്കും അവർ സാക്ഷരതയിൽ ഏതാണ്ട് 100% കൈവരിച്ചു. നമ്മളും അവരും തമ്മിലുള്ള പൊതുവായ വ്യത്യാസം നമ്മൾ നെഹ്റുവിയൻ സോഷ്യലിസം പിന്തുടർന്ന് രാജ്യം നശിപ്പിച്ചു എന്നുള്ളതാണ്. ഭാരതത്തിലെ ലിറ്ററസി റേറ്റും ഇലക്ട്രൽ പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു സാമ്യം എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം. അതായത് ഭാരതത്തിലെ സാക്ഷരതയും ഇലക്ട്രൽ പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ലിറ്ററസി റേറ്റ്, സാക്ഷരത കൂടുന്നതിനനുസരിച്ച് കോൺഗ്രസിന്റെ ഇലക്ട്രൽ പൊളിറ്റിക്സിലുള്ള ശക്തി കുറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നെഹ്റുവിന്റെ കാലം തൊട്ട് കോൺഗ്രസിന് ലഭിച്ച വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യം പരിശോധിച്ചാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാകും. ബംഗ്ലാദേശ് യുദ്ധം, ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ തുടങ്ങിയ വൈകാരികമായ വിഷയങ്ങൾ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ഒഴികെ മറ്റെല്ലായിടത്തും ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ സ്വന്തം വോട്ട് പോകും എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എറായിൽ എന്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖല തഴയപ്പെട്ടു എന്നുള്ളതിനുള്ള ഉത്തരം കൂടിയാണത്. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.